ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 2 മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പീസ് മാത്രമേ ക്യാബേജ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വലിയ ക്യാബേജിനകത്തുനിന്ന് കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ വേണമെന്നില്ല, ഇതിലും പകുതിയാക്കി നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇത് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇതങ്ങനെ തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ദാണ്ട ഞാൻ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് എല്ലാം ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് എല്ലാം മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലുതാക്കി അരിയുന്നത്. അപ്പോൾ ദാണ്ട ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇട്ട് അടിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കി പിന്നിട്ട് അങ്ങനെ അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ദാണ്ട ഞാൻ ഇത്ര ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഒരുപാട് അങ്ങ് അരയേണ്ടതാണ്ട് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പം നമുക്കിത് ഇനി ഇത് വേറെ പാത്രത്തിലോട്ട് ഞാനൊന്ന് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആ മിക്സിയുടെ ജാറിൽ തന്നെ ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ അതും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. നേരത്തെ അരച്ചെടുത്തതും ഇതും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 മുട്ട ഞാനൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വലിയ മിക്സിയുടെ ജാർ ഉണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് അങ്ങ് പോകും കേട്ടോ. ഞാൻ ചെറുതെടുത്തത് കൊണ്ട് അതിൽ തന്നെ എല്ലാം കൂടെ അങ്ങ് ചെയ്തതേ ഉള്ളൂ. 1 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ചേർത്തിട്ട് നമുക്കിനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ദാണ്ട ഇതുപോലെയാണ് ഞാനൊന്ന് അരച്ചെടുത്തേക്കുന്നത്. നന്നായിട്ട് എല്ലാം ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു തരിതരിപ്പേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാൻ ചൂടാകുമ്പോൾ കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. സാധാരണ കോക്കനട്ട് ഓയിലിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കുവേ ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ നിന്നൊക്കെ നന്നായിട്ട് അതിലേക്ക് ഒന്ന് വടിച്ചിട്ട് കൊടുക്കാം. ഉണ്ട്. ഇപ്പോൾ എല്ലാം ഞാനൊന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഈ ക്യാബേജിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ല ഡ്രൈ ആയിട്ട് നമുക്കൊന്ന് കിട്ടണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി 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 ഇട്ട് കൊടുത്ത് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ചെറുതായിട്ട് ഇതൊന്ന് വറ്റി വറ്റി തുടങ്ങും. ഇപ്പം അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇനി ഇതിങ്ങനെ നമ്മളിങ്ങനെ മിക്സ് ആക്കും തോറും വെള്ളം വറ്റി വറ്റി ഇതൊന്ന് ഡ്രൈ ആയിട്ട് തുടങ്ങും. അപ്പോൾ ആ ഡ്രൈ ആവുന്ന ആ ഒരു പരുവം വരെ നമുക്കൊന്ന് ഇളക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാതെ ഇതിങ്ങനെ ഒരു ഫ്രൈയിങ് പാനിൽ ഒഴിച്ച് അപ്പം പോലെ നമുക്കിങ്ങനെ ചുട്ടെടുക്കാം. കേക്ക് പോലെയൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ റെസിപ്പി അതല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുകയാണ്. അപ്പോൾ ദാണ്ടേ കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. എങ്കിലും നല്ല രീതിയിൽ വെള്ളമുണ്ട് ഇപ്പോഴും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വയറ്റി എടുത്ത് ഇതുപോലെ വെള്ളം ഒന്ന് വറ്റിച്ച് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴേക്കും ഇതങ്ങ് വെന്തും കിട്ടും. അങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇപ്പം കുറേയൊക്കെ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട് കണ്ടോ. ഇപ്പം അധികം വെള്ളമൊന്നും വരുന്നില്ല. കണ്ടോ. ഇതുപോലെ നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നല്ല പോലെ വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പം നല്ല പോലെ വെന്ത് ഒന്ന് ഡ്രൈ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമുക്കിതങ്ങ് എടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം വരെയാണ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിനി ഈ പാനിൽ നിന്നൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ഇനി ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റാം.
അപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അതേ പാനിൽ തന്നെ കുറച്ച് ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഇതിൽ ഇപ്പോൾ ഓയിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കുഞ്ഞ് സവാള അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ സവാള വലുതാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗമൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പം സവാളയ്ക്ക് അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴേ നമ്മൾ ആദ്യം ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ആ ക്യാബേജൊക്കെ വഴറ്റി എടുത്തിട്ടുണ്ടല്ലോ, ആ പാത്രം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് വല്ലാത്തൊരു കളറിലാവും. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ. തക്കാളി ഒരെണ്ണം തന്നെ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി എടുത്താൽ മതി. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയുടെയും പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വരട്ടെ. അതുവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട തക്കാളിയും ഏകദേശം ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവുമേ. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പൊടികളുടെ ഒന്നും ആവശ്യമില്ല. വളരെ കുറഞ്ഞ മസാലയിലാണ് കേട്ടോ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തക്കാളി ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഒന്നിലും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം തന്നെ ചേർത്തിട്ട് നല്ല പോലെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട പൊടികളുടെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ആ സംഭവം കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് എല്ലാം കൂടെ അങ്ങ് വഴറ്റി കൊടുക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ തേങ്ങ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നില്ലേ? തേങ്ങയുടെ അരപ്പിരിക്കുന്ന പോലെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ക്യാബേജാന്ന് ഒരു മനുഷ്യൻ കണ്ടുപിടിക്കില്ല കേട്ടോ. അത് പ്രത്യേകിച്ച് നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനൊരു കണ്ടുപിടിക്കില്ല ഇത് ക്യാബേജാന്ന്. ഞാനിത് ഉണ്ടാക്കി കൊടുത്ത സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു ഇതെന്താണ് സംഭവമെന്ന്. പുള്ളിക്കാരന് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ അതാണ്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ദാണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാബേജ് തോരനോ ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ദാണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നും കൂടെ വഴറ്റി ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാബേജ് റെസിപ്പിയാണ് കേട്ടോ. ക്യാബേജ് മുട്ടയൊക്കെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ദാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ദാണ്ടെ ഇതിപ്പോൾ ഞാൻ മറ്റൊരു ബൗളിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? ഇത് ക്യാബേജ് വെച്ച് ഉണ്ടാക്കിയതെന്ന് ആരെങ്കിലും പറയുമോ? കണ്ടോ, നല്ല രസമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇതും പിന്നെ എന്തെങ്കിലും ഒരു ഒഴിച്ച് കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാം. ഇതല്ല ഇനി ചപ്പാത്തിൻ്റെ കൂടെയോ ദോശൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.